മുതിർന്ന ചില നേതാക്കളുടെ ചിത്രം ഉപയോഗിച്ചുള്ള പ്രചാരണം തള്ളിക്കളയണമെന്ന് പറയുകയാണ് CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ്. പാർട്ടിയെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കം തിരിച്ചറിയണം. പരാജയം പഠിച്ച് ഊർജ്ജസ്വലമായി തിരിച്ചുവരാൻ പാർട്ടിക്ക് വ്യവസ്ഥാപിതമായ രീതികളുണ്ട്. ഇതിനേക്കാൾ വലിയ ദുർഘട ഘട്ടങ്ങൾ തരണം ചെയ്ത പാർട്ടി പൂർവാധികം ശക്തിയോടെ മുന്നേറിയിട്ടുണ്ടെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കുകയാണ്. കെ അഭിലാഷാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അഭിലാഷ്, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ പി ജയരാജനെയും എം സ്വരാജിനെയും ഒക്കെ പാർട്ടി നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം, നേതൃമാറ്റം വേണം, എം വി ഗോവിന്ദനെ മാറ്റണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നാടുനീളെ ഫ്ലക്സുകളാണ് കണ്ണൂരിൽ പലയിടത്തും. അസാധാരണമായ രീതിയിൽ കണ്ണൂരിൽ പോലെയുള്ള ഒരു പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് ഇത്തരം പ്രചാരണങ്ങൾ ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ജില്ലാ നേതൃത്വം ഇതിനെ വിശദീകരിക്കുന്നത്? എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? വിനിത, തെരഞ്ഞെടുപ്പിലുണ്ടായിരിക്കുന്ന കനത്ത പരാജയത്തിന് പിന്നാലെ പാർട്ടിക്കുള്ളിൽ വലിയ തരത്തിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്നു എന്നുള്ളതാണ് CPM-നെ സംബന്ധിച്ച് ഏറ്റവും ആശങ്കപ്പെടുന്ന ഘടകം. നേരത്തെ അർജുൻ കല്യാട് സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിയുടെ ഏറ്റവും ശക്തമായ ഘടകമായ കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് EMS അടക്കമുള്ള ആളുകളുടെ ഫ്ലക്സ് വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ, പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നാട്ടിൽ തന്നെയാണ് ഇത്തരത്തിൽ ഫ്ലക്സ് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് പി ജയരാജനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് സംസ്ഥാന സെക്രട്ടറിയായി അഭിലാഷ്, ഇതിലിപ്പോൾ ജില്ലാ നേതൃത്വത്തെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ കഴിഞ്ഞ ദിവസം വിമർശനം ഉന്നയിച്ച പി ജയരാജനെയൊക്കെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണമെന്നതാണ് ആവശ്യം. ഇനിയും വരും ദിവസങ്ങളിലും ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. തീർച്ചയായിട്ടും പി ജയരാജനെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണം, ജില്ലാ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ സംസ്ഥാന നേതൃസ്ഥാനത്തേക്ക് എം സ്വരാജിനെ കൊണ്ടുവരണം എന്നൊക്കെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി ഉയർന്നു വരുന്നത്. ഇതിൽ ഏറ്റവും കാര്യമായി കാണേണ്ടത് ഇത് ശക്തി കേന്ദ്രങ്ങൾ തന്നെ ഇത്തരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ വരുന്നു എന്നാണ്. പാർട്ടി നേതൃത്വത്തിൽ ഏതെങ്കിലും തരത്തിൽ ജനസേവനം മാറ്റി നിർത്തി അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രവർത്തികളിലേക്ക് പോവുകയാണെങ്കിൽ അവരെ മാറ്റാൻ പ്രവർത്തകർ തന്നെ മുന്നോട്ട് വരുമെന്നടക്കമുള്ള മുന്നറിയിപ്പാണ് ഈ ഫ്ലക്സുകളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അതായത് നേതൃത്വത്തിനെതിരെ ശക്തമായ വിയോജിപ്പ്, അതോടൊപ്പം തന്നെ അവർക്കെതിരെ ശക്തമായ വികാരമൊക്കെ പ്രവർത്തകർക്കിടയിൽ ഉയർന്നു വരുന്നു. അതോടൊപ്പം തന്നെ അവരെ മാറ്റി പുതിയൊരു സംവിധാനത്തിലേക്ക് പാർട്ടി വരണം എന്നുള്ള ആവശ്യം കൂടിയാണ് ഈ ഫ്ലക്സുകളിലൊക്കെ കണ്ടുവരികയും ചെയ്യുന്നത്. വിനീത.